പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചീരയും അതുപോലെ നമുക്ക് ആവശ്യമായ എല്ലാത്തരം ഇലക്കറികളും വളരെ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് തന്നെ ധാരാളമായി വളർത്തിയെടുക്കാം എന്നതിനെ കുറിച്ചാണ്. വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിനെ 2 ലെയറായി ഞാൻ തൂക്കി ഇട്ടിരിക്കുകയാണ്. ഇതുപോലെ എത്ര ലെയർ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. മാത്രമല്ല, ഓരോ ലെയറിലും ഓരോ തരം ചീരയും അതല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ ഓരോ തരം ഇലക്കറികളും നട്ടു വളർത്തിയെടുക്കാവുന്നതാണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കാര്യമായ സ്പേസ് വേണ്ട എന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമുക്കിതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് അതൊന്നും നടക്കാറില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് പോലും വളരെ എളുപ്പം ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു മെത്തേഡാണ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിന്റെ ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് ആവശ്യമായ ഇലക്കറികൾ മുഴുവനും വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതിന്റെ നിർമ്മാണ രീതി എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിന്റെ നിർമ്മാണത്തിന് ഏറ്റവും ആദ്യമായി വേണ്ടത് ഇതുപോലെ ചെറിയ പീസുകളാക്കിയെടുത്ത റെയിൻ വാട്ടർ ഗട്ടറുകളാണ്. ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ഇതിനു മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. 10 മണി ചെടികൾ എങ്ങനെ ഗേറ്റിലും നട്ടു വളർത്തിയെടുക്കാമെന്ന് ഒരു വീഡിയോ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൽ ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയി തന്നെ പറയുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് റൂഫിംഗ് ഷീറ്റുകൾ വിൽപ്പനയുള്ള കടകളിൽ വാങ്ങിക്കാൻ പറ്റും. ഇത് പല ഷേപ്പിലും പല കളറുകളിലും ലഭ്യമാണ്. നിങ്ങൾ പരമാവധി ഇതുപോലെ സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള റെയിൻ വാട്ടർ ഗട്ടർ ഉപയോഗിക്കുക. അങ്ങനെയെങ്കിൽ വളരെ എളുപ്പം നമുക്ക് ഏത് സ്ഥലത്തും അതിനെ കൊണ്ടുവെക്കാവുന്നതാണ്. അതിൻ്റെ അടിഭാഗം ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ ഏത് സ്ഥലത്ത് വേണമെങ്കിലും അതിനെ കൊണ്ടുവെക്കാവുന്നതാണ്. നേരിട്ട് മണ്ണിൽ വെക്കാം, ഇനി അതല്ലെങ്കിൽ മതിലിൻ്റെ മുകളിലും വെക്കാം. അതുകൂടാതെ നമുക്ക് ഇതുപോലെ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചതുപോലെ ഹാങ് ചെയ്തും ഉപയോഗിക്കാം. അതുകൊണ്ട് പരമാവധി നിങ്ങൾ സ്ക്വയർ ടൈപ്പായ റെയിൻ വാട്ടർ ഗട്ടറുകൾ ഉപയോഗിക്കുക. അപ്പോൾ ഇത് ഒരു തവണ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ദീർഘകാലത്തേക്ക് പല തവണയായി ഉപയോഗിക്കാം. നല്ല ക്വാളിറ്റി ഉള്ളതാണ്, ഫൈബറാണ് മെറ്റീരിയൽ, അതുകൊണ്ട് ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാം. അതിനുശേഷം അതിൻ്റെ 2 സൈഡുകളിൽ ഇതുപോലെ സ്റ്റോപ്പർ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. സ്റ്റോപ്പറും നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വാങ്ങിക്കാം. ഇതുമായി ബന്ധപ്പെട്ടിട്ടല്ല, സെപ്പറേറ്റ് ആയി തന്നെ ആ കടകളിൽ നിന്ന് സ്റ്റോപ്പറും വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ 2 വശങ്ങളിലും സ്റ്റോപ്പർ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. സ്റ്റോപ്പർ ഫിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ 2 വശങ്ങളിലും സ്ക്രൂ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതല്ലെങ്കിൽ നടിയിൽ മിശ്രിതം നിറക്കുന്ന സമയത്ത് അത് തള്ളി പുറത്തേക്ക് പോകാൻ കാരണമാകും. അത് ഒഴിവാക്കാൻ ഇതുപോലെ 2 സ്ക്രൂ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് നല്ല രീതിയിൽ ടൈറ്റായി തന്നെ അവിടെ നിൽക്കും. ഇനി ഇതിലേക്കാണ് നടിയിൽ മിശ്രിതം നിറച്ച് നമുക്ക് ആവശ്യമായ ചെടികളോ അല്ലെങ്കിൽ ചീര പോലുള്ള ഇലക്കറികളോ നട്ട് വളർത്തിയെടുക്കേണ്ടത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ അടിവശത്ത് ചെറിയ ഹോളുകൾ ഇട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടന്ന് നമ്മൾ നട്ടുകൊടുത്ത ഇലക്കറികൾ മുഴുവനും അല്ലെങ്കിൽ ചെടികൾ മുഴുവനും കേടുവന്ന് നശിച്ചു പോകാൻ കാരണമാകും. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ ഇതുപോലെ ചെറിയ ഹോളുകൾ, കൃത്യമായ ഇടവേളകൾ വെച്ച് ചെറിയ ഹോളുകൾ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ നടിയിൽ മിശ്രിതം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുശേഷം അത് നമുക്ക് ആവശ്യമായ ഇലക്കറികളുടെ വിത്തുകളോ അല്ലെങ്കിൽ ഇലക്കറികളോ നേരിട്ട് നട്ടു കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യമായ നടിയിൽ മിശ്രിതം തയ്യാറാക്കിയിരിക്കുന്നത് പരമാവധി കല്ലും കട്ടയും കളഞ്ഞിട്ടുള്ള മണ്ണാണ്. ഞാനങ്ങനെ പറയാൻ കാരണം, നിങ്ങൾ പരമാവധി കല്ലും കട്ടയും കളയുന്നതിലൂടെ ചീര വിത്തുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു തടസ്സവുമില്ലാതെ മുളച്ചു വരാൻ സഹായിക്കും. മാത്രമല്ല, മുളച്ചു വന്ന ചീര വിത്തുകൾക്ക് നല്ല രീതിയിൽ വേരോട്ടം നടക്കാനും ഇതിലൂടെ സഹായകമാകും. അതുകൊണ്ട് പരമാവധി നിങ്ങൾ ഉപയോഗിക്കുന്ന മണ്ണിലെ കല്ലും കട്ടയൊക്കെ എടുത്തു കളയാൻ ശ്രമിക്കുക. അതിനുശേഷം അതേ അളവിൽ തന്നെ ചകിരിച്ചോറും അതേ അളവിൽ തന്നെ ചാണകപ്പൊടിയും. ഇനി ചാണകപ്പൊടി ലഭ്യമല്ല എങ്കിൽ നിങ്ങൾക്ക് മണ്ണിര കമ്പോസ്റ്റോ വെർമി കമ്പോസ്റ്റോ ഉപയോഗിക്കാവുന്നതാണ്. തുടക്കത്തിൽ ഇത്രയും മാത്രം മതിയാവും. അതിനുശേഷം ചീര അല്ലെങ്കിൽ ഇലക്കറികൾ വളർന്നു വന്നതിന് ശേഷം ആവശ്യമായ വളപ്രയോഗം നടത്താവുന്നതാണ്. അപ്പോൾ ഈ മിശ്രിതം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഞാൻ നടിയിൽ മിശ്രിതമായി ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഇപ്പോൾ ആ കണ്ടെയ്നറിലേക്ക് നിറച്ചു കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതിലേക്കാണ് നമുക്ക് ആവശ്യമായ ചീര വിത്തുകളോ അല്ലെങ്കിൽ ചീരയോ നേരിട്ട് നട്ടു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ചെടികൾ തന്നെ ലഭ്യമാണ് എങ്കിൽ ചെറിയ ഗ്യാപ്പ് വെച്ച് അതിൽ മുഴുവനായും നട്ടു കൊടുക്കാം. ഇനി വിത്തുകളാണെങ്കിൽ വിത്ത് അതിൽ മുഴുവനായും വിതറി കൊടുത്ത് വളർത്തിയെടുക്കാവുന്നതാണ്. എനിക്ക് 2 തരത്തിലുള്ള ചീര വിത്തുകൾ കടയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അത് മിക്സ് ചെയ്ത് അതിലേക്ക് വിതറി കൊടുത്ത് നട്ടു വളർത്താനാണ് ഞാൻ പോകുന്നത്. അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. എൻ്റെ കയ്യിൽ 2 തരത്തിലുള്ള ചീര വിത്തുകളാണുള്ളത്. ഇതിനെ രണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടാണ്
ഞാൻ നട്ടു വളർത്തിയെടുക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചീര വിത്ത് മാത്രമല്ല, നിങ്ങൾക്ക് ഏത് ഇലക്കറികളും ഇതേപോലെ നട്ടു വളർത്തിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ നടുന്നത് ചീര മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ലഭ്യമായിട്ടുള്ളത് അതൊക്കെ ഇതുപോലെ നട്ടു വളർത്തിയെടുക്കാവുന്നതാണ്. ചീര ആണ് നിങ്ങൾ നടുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഇത് നേരിട്ട് വിതറി കൊടുക്കുകയാണെങ്കിൽ പലപ്പോഴും ഒരു ഭാഗത്ത് തന്നെ കൂടിക്കിടന്ന് വളരാൻ കാരണമാകും. അത് ഒഴിവാക്കാൻ ആ ചീര വിത്തിനെ ഇതുപോലെ ഇത്തിരി മണലുമായി മിക്സ് ചെയ്തെടുത്ത് അത് ആ നടാൻ ഉദ്ദേശിക്കുന്ന ഏരിയയിൽ വിതറി കൊടുക്കുകയാണെങ്കിൽ ഒരേ ലെവലിൽ തന്നെ എല്ലാ ഭാഗത്തും വളർന്നു വരാൻ സഹായിക്കും. അതുകൊണ്ട് നേരിട്ട് ചീര വിത്ത് വിതറി കൊടുക്കുന്നതിന് പകരം ഇതുപോലെ മണലുമായി മിക്സ് ചെയ്തെടുത്ത് ആ മണലടക്കം ചീരവിത്ത് എല്ലാ ഭാഗത്തും വിതറി കൊടുക്കുകയാണെങ്കിൽ ഒരേ ലെവലിൽ തന്നെ എല്ലാ ഭാഗങ്ങളിലും ചീരവിത്ത് വളർന്നു വരാൻ സഹായിക്കും. അങ്ങനെ തയ്യാറാക്കിയ വിത്ത് ഞാൻ മുഴുവനായും ആ കണ്ടെയ്നറിലേക്ക് വിതറി കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിലേക്ക് വെള്ളം നനച്ചു കൊടുത്ത് നമുക്കതിനെ ആവശ്യമായ സ്ഥലത്തേക്ക് മാറ്റി വെക്കാവുന്നതാണ്. നേരിട്ട് 1-2 ദിവസത്തേക്ക് നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കേണ്ട കാര്യമില്ല. പക്ഷേ മുളച്ചു വന്നതിന് ശേഷം നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന ഏരിയയിലേക്ക് മാറ്റാവുന്നതാണ്. വിത്തുകൾ നട്ടതിന് ശേഷം അതിനെ ഇതുപോലെ ഹാങ് ചെയ്ത് കൊടുത്തിട്ടാണുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കാര്യമായ സ്പേസ് ആവശ്യമില്ല. കൂടാതെ എത്ര ലെയറുകൾ വേണമെങ്കിൽ ഇതുപോലെ ഹാങ് ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. വിത്തുകൾ നട്ട് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ നല്ല രീതിയിൽ ഇടതൂർന്ന് വിത്തുകളെല്ലാം മുളച്ചു വരുന്നത് കാണാം. ചീരയുടെ വളർച്ചയുടെ 2ാം ഘട്ടമാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത്. ധാരാളം ചീര തൈകൾ ഇടതൂർന്ന് വളർന്നു നിൽക്കുന്നതും കാണാം. കൂടാതെ ധാരാളം പുതിയ തൈകൾ വളർന്നു വരുന്നതും കാണാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആദ്യത്തെ വിളവെടുപ്പ് നടത്താവുന്നതാണ്. മറ്റ് മൈക്രോ ഗ്രീൻ വിളവെടുപ്പ് നടക്കുന്നത് പോലെ തന്നെ ചീരയും ഈ ഒരു വളർച്ചയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ആദ്യത്തെ വിളവെടുപ്പ് ലഭിക്കുകയും ചെയ്യും. കൂടാതെ മറ്റ് ചീര തൈകൾക്ക് നല്ല രീതിയിൽ വളർന്നു വരാൻ സഹായകമാവുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ആദ്യത്തെ വിളവെടുപ്പ് നടത്താവുന്നതാണ്. പൂർണ്ണ വളർച്ചയെത്തിയ ചീരകളാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. വളരെ കുറഞ്ഞ സ്പേസിൽ തന്നെ നമുക്കിതുപോലെ നമുക്ക് ആവശ്യമായ ഇലക്കറികൾ മുഴുവനും വീട്ടിൽ നട്ടു വളർത്തിയെടുക്കാവുന്നതാണ്. സ്പേസ് തീരെ ഇല്ല എന്ന് പറയുന്നവർക്ക് പോലും ഇതുപോലെ ഹാങ് ചെയ്ത് നിങ്ങളുടെ വീടിൻ്റെ ബാൽക്കണിയിലോ അല്ലെങ്കിൽ വരാന്തയിലോ ഒക്കെ ഇതുപോലെ ഹാങ് ചെയ്ത് നമുക്ക് ആവശ്യമായ ഇലക്കറികൾ മുഴുവൻ നട്ടു വളർത്തിയെടുക്കാവുന്നതാണ്. അതുകൊണ്ട് വളരെ എളുപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു മെത്തേഡാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.